കാർഷിക സംസ്കൃതിയുടെ ഗതകാല സ്മരണകളുമായി നിറയുത്സവത്തിന് നാടൊരുങ്ങി. കണ്ണൂരിലെ ക്ഷേത്രങ്ങളിലും തറവാടുകളിലും നാളെ മുതൽ നെൽക്കതിർ കയറ്റി നിറയുത്സവം ആഘോഷിക്കും. ഗ്രാമക്ഷേത്രങ്ങളിൽ അതത് പ്രദേശത്തെ ജന്മകണീശന്മാർ കൽപ്പിച്ച മുഹൂർത്തത്തിൽ ഓരോ ഇടങ്ങളിലും നിറയുത്സവം നടക്കും. വട്ടപ്പലം, ആൽ, മാവ്, പ്ലാവ്, നെല്ലി, കായൽ, വെള്ളില, അരയാൽ, സൂത്രവള്ളി, പൊലുവള്ളി, കാഞ്ഞിരം എന്നിവയുടെ ഇലകൾ തെങ്ങിന്റെ പാന്തത്തിൽ ചുറ്റിക്കെട്ടി നിറയോലമുണ്ടാക്കി അതിൽ മുഹൂർത്ത സമയത്ത് നെൽക്കതിർ ചേർത്ത് പൂജാമുറി ഉൾപ്പെടെ പ്രധാന കേന്ദ്രങ്ങളിൽ കെട്ടുകയാണ് പതിവ്. ക്ഷേത്രങ്ങളിൽ നെൽക്കതിർ കറ്റകളും നിറയോലവും മുഹൂർത്ത സമയത്ത് മേൽശാന്തി പൂജ ചെയ്ത ശേഷമാണ് ശ്രീകോവിലിനകത്തും മറ്റും നിറയോലം കെട്ടുക. മേൽശാന്തി പൂജിച്ച നെൽക്കതിർ ക്ഷേത്രങ്ങളിൽ നിന്ന് സ്വീകരിച്ച് വീടുകളിലെത്തിക്കുന്ന പതിവിലേക്ക് വീടുകളിലെ നിറയുത്സവം ചുരുങ്ങിയിട്ടുണ്ട്. പയ്യന്നൂർ കണ്ടോത്ത് ശ്രീ കൂറുമ ക്ഷേത്രത്തിൽ 85-കാരനായ തെക്കാണ്ടത്ത് കൃഷ്ണനാണ് നിറയോലത്തിനുള്ള ഇലകൾ ശേഖരിക്കുന്നത്. 100-150ഓളം നിറയോലം ആവശ്യമുണ്ട്. അതിന് വേണ്ടുന്ന കതിരി ഇപ്രാവശ്യം ഞങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ട്, കഴിഞ്ഞ പ്രാവശ്യം കതിരിന് ഞങ്ങൾ വിഷമിച്ചിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം കതിരും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. മുഹൂർത്തത്തിന് ശേഷം എല്ലാവരും നിറച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വെച്ച പായസവും കഴിച്ച് എല്ലാവരും മടങ്ങും. നാടിന്റെ ജൈവ വൈവിധ്യ സമ്പന്നതയുടെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നിറയുത്സവം. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.